CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടിക്കെതിരെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു. നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും ഈ കത്തിൽ യെച്ചൂരി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്ന മറ്റു കാര്യങ്ങൾ? പൂജ, പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളിലായി ഈ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നൊരു കാര്യം തന്നെ, ഇലക്ഷനോടനുബന്ധിച്ച് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു പിടുത്തം വരുന്നു എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് അതിനെതിരെ കടുത്ത ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി തന്നെയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഇത്തരത്തിലൊരു കത്ത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഈ ബാങ്കുകൾക്കെതിരെ, തൃശ്ശൂരിലെ ഈ ബാങ്കുകൾക്കെതിരെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരെ ഇത്തരത്തിൽ നടപടി എടുക്കുന്നതിന് മുൻപ് ആദായ നികുതി വകുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും വ്യക്തമല്ല. അങ്ങനെ അല്ലെങ്കിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ നടപടി പിൻവലിക്കണമെന്നും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന കാലയളവിലെങ്കിലും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ, പ്രത്യേകിച്ചും EDയെയും ആദായ നികുതി വകുപ്പിനെയും പിൻവലിക്കണം അല്ലെങ്കിൽ മാറ്റി നിർത്തണമെന്നുള്ള കാര്യം, അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കണമെന്നുള്ള കാര്യമാണ് സീതാറാം യെച്ചൂരി ഇപ്പോൾ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചൊരു കാര്യം, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ അടക്കം നോട്ടീസ് അയച്ച സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്ന സമയം വരെ ഇത്തരത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ അടക്കം അല്ലെങ്കിൽ ഇപ്പോഴയോ കുടിശ്ശികയോ ഒന്നും തന്നെ പിടിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതിക്ക് ഒരു കത്തയച്ച് അല്ലെങ്കിൽ സുപ്രീം കോടതി ഈ കാര്യം ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയത്. എന്നാൽ ആ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ആദായ നികുതി വകുപ്പ് കടന്നതും. അതുകൊണ്ട് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടൊരു കാര്യമാണെന്നും ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്ന സമയം വരെയെങ്കിലും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിലക്കണം, അതുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം ഇറക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാറിനോട് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടിരിക്കുന്നത്.